അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ, ഭയഭക്തിയോടെ, സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യർ മനസ്സിലാക്കേണ്ട പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളുമൊക്കെ നമ്മൾ പഠനവിധേയമാക്കിയാൽ, ഒരു നിഷ്പക്ഷ മനസ്സോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ, കൃത്യമായും ഈ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു ന്യൂനതയുമില്ലാത്ത വിധം അന്യൂനമാണെന്നും അത് വളരെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു സൃഷ്ടാവ് അനിവാര്യമാണെന്നും നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ വിശ്വാസ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മാനുഷിക മൂല്യങ്ങളെ സംബന്ധിച്ചാണ്. ഈ മാനുഷിക മൂല്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത, അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഉന്നതമായ മൂല്യങ്ങളാണ് മതം പഠിപ്പിക്കുന്നത് എന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. സത്യസന്ധത, വിശ്വസ്തത, വിനയം, സാഹോദര്യം, സ്നേഹം, കാരുണ്യം, ക്ഷമ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയതുകൊണ്ടോ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടതുകൊണ്ടോ പഴഞ്ചനായി തീരുകയോ പിന്തിരിപ്പനായി മാറുകയോ ചെയ്യുന്നില്ല. ഏത് കാലഘട്ടത്തിലെയും ഏത് പ്രദേശത്തെയും ഏത് മനുഷ്യരും ഉൾക്കൊള്ളേണ്ട ഉന്നതമായ മൂല്യങ്ങളാണ് മതം നമ്മളോട് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ മതത്തെ സംബന്ധിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ എത്ര നിരർത്ഥകമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ആദരവ് അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയും ചിന്താശക്തിയും വിവേചന ശക്തിയുമാണ്. അതിലൂടെ ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസികളെ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, അത് മുസ്ലിങ്ങളെ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല.
മാനവ സമൂഹത്തെ മുഴുവൻ ആദരിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മൊത്തത്തിൽ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. മനുഷ്യർ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകളും സവിശേഷതകളുമാണ് അവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിലൂടെ ഒരു ജനാസ കടന്നുപോയി. ആ ജനാസ കടന്നുപോയ സന്ദർഭത്തിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. സഹാബികൾ പറഞ്ഞു പ്രവാചകനോട്, അള്ളാഹുവിൻ്റെ റസൂലേ, അതൊരു യഹൂദൻ്റെ ജനാസയാണല്ലോ. പ്രവാചകൻ അതിനോട് പ്രതികരിച്ചത് മനുഷ്യനാണല്ലോ എന്നാണ്. അപ്പോൾ മനുഷ്യത്വത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ്, ആ മനുഷ്യനെ തന്നെ ആദരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അയാളുടെ മതമല്ല, അയാളുടെ വിശ്വാസമല്ല അവിടെ പരിഗണിക്കപ്പെട്ടത്. ഒരു ജനാസ എന്നുള്ള നിലക്ക്, മനുഷ്യൻ എന്ന നിലക്ക് ആ മനുഷ്യത്വത്തെയാണ് പ്രവാചകൻ അവിടെ പരിഗണിച്ചത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത കഴിവുകളുമായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. അല്ലാഹു പറഞ്ഞു, രാത്രി തന്നെയാണ് സത്യം അത് മൂടി വരുമ്പോൾ, പകൽ തന്നെയാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് തന്നെയാണ് സത്യം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും രാപ്പകലുകളുടെ മാറ്റവും മനുഷ്യൻ സ്ത്രീ പുരുഷൻ എന്ന ഇണകളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വൈവിധ്യവും അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്നങ്ങളാകുന്നു എന്നതാണ്. അപ്പോൾ മനുഷ്യനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി യാഥാർത്ഥ്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പ്രകൃതിയിലെ ചില ദൃഷ്ടാന്തങ്ങളെ എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇന്ന സഅയകും ലശത്ത. നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാകുന്നു, വിഭിന്നങ്ങളാകുന്നു എന്നതാണ്. നല്ലതും ചീത്തയും നമുക്ക് കാണാൻ സാധിക്കും. ഗുണപരമായ കാര്യങ്ങളും ദോഷകരമായ കാര്യങ്ങളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതിഫലാർഹമായി തീരുന്ന കാര്യങ്ങളും ശിക്ഷാർഹമായി തീരുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ശരിയും തെറ്റും നമുക്ക് കാണാൻ സാധിക്കും. രാപ്പകലുകളെപ്പോലെ, അതുപോലെ തന്നെ അവിടെ പരാമർശിച്ചിരിക്കുന്ന പുരുഷൻ സ്ത്രീ എന്ന വൈവിധ്യങ്ങളെപ്പോലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് വിലയിരുത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിപ്പിടിക്കേണ്ട നല്ല കാര്യങ്ങൾ എന്താണ്. അവൻ മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മതം വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. വെറും ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് മാത്രമല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ആരാധനാ കർമ്മങ്ങളിൽ പോലും മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളാണ് 4 കാര്യങ്ങൾ. നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ പറയാറുള്ള ഷഹാദത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള 4 കാര്യങ്ങൾ. അത് ഒന്ന് നമസ്കാരമാണല്ലോ. ആ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നിടത്ത് അള്ളാഹു വിശദീകരിച്ച എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും? കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ നമസ്കാരത്തിൽ അള്ളാഹുവുമായി അവൻ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അള്ളാഹുവിൻ്റെ മുമ്പിലും അവൻ പല കാര്യങ്ങളും പ്രതിജ്ഞ ചെയ്യുകയും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും എല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൻ ചീത്തയായ കാര്യങ്ങളിൽ നിന്ന്, ഫഹ്ഷ ആയിരിക്കുന്ന മോശമായ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് അവന് മാറി നിൽക്കുവാനുള്ള പ്രേരണയും പ്രചോദനവും നമസ്കാരത്തിലൂടെ അവന് ലഭ്യമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചു തന്നു, ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, അതിലൂടെ ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവനൊരു നല്ല മനുഷ്യനായി മാറണം എന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി തീരണം ഒരു നോമ്പുകാരൻ എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിലൊരുപാട് മാനുഷികമായ മൂല്യങ്ങളുണ്ട്. നമ്മുടെ സക്കാത്ത് നമ്മുടെ സമ്പാദിച്ചിരിക്കുന്ന ധനത്തിൽ നിന്ന് ഒരു നിശ്ചിതമായ വിഹിതം നമ്മൾ മാറ്റിവെക്കുകയും അത് നമ്മൾ കൊടുത്തുവിട്ടുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം പരാമർശിച്ചുകൊണ്ട്
അള്ളാഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അള്ളാഹു പറഞ്ഞ എന്താണ്? അവരിൽ നിന്ന് നീ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുക, അഥവാ സക്കാത്ത് വാങ്ങുക. അതിലൂടെ അവർ ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. മറ്റുള്ളവരുടെ അവകാശം കൊടുത്തുകൂട്ടുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? മാത്രമല്ല, സക്കാത്തിൻ്റെ ഒരുപാട് വശങ്ങൾ, പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ, അവനെ സഹായിക്കുവാനുള്ള അനുകമ്പ, ജീവകാരുണ്യ മനോഭാവം, അങ്ങനെ തുടങ്ങി ഒരുപാട് ക്വാളിറ്റീസ് മനുഷ്യരിൽ വളർത്തിയെടുക്കുവാൻ നാം സമ്പാദിച്ചിരിക്കുന്ന സമ്പത്തിൽ നിന്ന് നിശ്ചിതമായ വിഹിതം ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന മാറ്റവും മാനസികമായി നമുക്കുണ്ടാകുന്ന പരിവർത്തനവും നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലൂടെയും ഒരുപാട് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കൂ. ആ ഹജ്ജ് കർമ്മത്തിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവിധ ഭാഷകളും വർണ്ണങ്ങളും ദേശങ്ങളും ഒക്കെ വ്യത്യാസമുള്ള ആളുകൾ ഒന്നിച്ച് ഒരേ വേഷമണിഞ്ഞുകൊണ്ട് ഒരു മുണ്ടുടുക്കുകയും ഒരു മുണ്ട് തോളിലിടുകയും ഒരേ തൽബിയത്ത് മുഴക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ അവരുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം മാനവ സാഹോദര്യത്തിൻ്റെതാണ്, മാനവ ഐക്യത്തിൻ്റെതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഒരാൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സംസർഗം പാടില്ല, അതുപോലെ തന്നെ ദുർവൃത്തികൾ പാടില്ല, അവിടെ വഴക്കും വക്കാണവും ഉണ്ടാക്കാൻ പാടില്ല. നോക്കൂ, നമ്മൾ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവ പെരുമാറ്റ മര്യാദകളിൽ ഉണ്ടാകുന്ന ആ സംസ്കരണം കൂടി ഹജ്ജിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. പ്രവാചക വചനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ നിലക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ ശുദ്ധമായി തീരും എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ആ ഹജ്ജിലൂടെയും പൂർണ്ണമായും മനുഷ്യനെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ഒരുപാട് നല്ല ഗുണങ്ങൾ അവനിൽ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന, നമ്മൾ നിലനിൽക്കേണ്ട മാനുഷിക മൂല്യങ്ങൾ ഓരോന്നും എടുത്ത് നമ്മൾ വിലയിരുത്തി നോക്കുക. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ചില മൂല്യങ്ങൾ, അതിൽ മാനവ സാഹോദര്യത്തിലുള്ള പ്രാധാന്യം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ കുടുംബങ്ങളും ഗോത്രങ്ങളുമായി വേർതിരിക്കപ്പെട്ടത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ജന്മം കൊണ്ടോ കുലം കൊണ്ടോ തറവാട് കൊണ്ടോ ദേശം കൊണ്ടോ ഭാഷ കൊണ്ടോ വർഗം കൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഔന്നത്യമോ അധമത്വവും ഇല്ല അവൻ്റെ ജീവിതത്തിൽ പുലർത്തുന്ന തെക്കവ കൊണ്ടല്ലാതെ എന്നാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആദം കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് പ്രവാചകൻ വിശദീകരിച്ചു തൻ്റെ അന്ത്യപ്രഭാഷണത്തിൽ. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാകുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു മാനുഷികമായ മൂല്യമാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്, അവർ ഏകോദര സഹോദരന്മാരാണ്, ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. അവർ ആ നിലക്ക് മാനുഷികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഉന്നതമായ പാഠം നമ്മൾ ആലോചിച്ച് നോക്കൂ. നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞതുകൊണ്ട് ഈ ആശയത്തിന് എന്തെങ്കിലും പുറലേൽക്കുന്നുണ്ടോ? ഇത് 6-ാം നൂറ്റാണ്ടിൽ ഖുർആനിൽ വന്നു എന്നതുകൊണ്ടോ പ്രവാചകൻ പഠിപ്പിച്ചു എന്നതുകൊണ്ടോ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യന് അനുയോജ്യമല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നല്ല മൂല്യങ്ങളും നമ്മൾ വിലയിരുത്തിയാൽ അത് എക്കാലത്തെയും മനുഷ്യർക്ക് എന്നെന്നും ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാകുന്നു എന്നതാണ്. സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കൂ. സത്യവാന്മാരായിരിക്കണം എന്നത് വളരെ കൃത്യമായി മതം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ. അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ സത്യം പറയണം. അത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കയ്പുള്ളതായിരിക്കാം, നിങ്ങൾക്ക് ഭൗതികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് താൽക്കാലികമായ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് സത്യത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്ന് മതം കണിശമായി പഠിപ്പിക്കുന്നു. സത്യം എന്ന ആശയം എന്നും നിലനിൽക്കേണ്ടതാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. വിശ്വസ്തതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കൂ.
വിശ്വസ്തതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷം നമുക്കവിടെ കാണാൻ സാധിക്കും. യാതൊരു ഗത്യന്തരവുമില്ലാതെ മക്കയിലെ പ്രബോധനം അസഹ്യമായി തീരുകയും മദീനയിലേക്ക് പലായനം നടത്തേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഘട്ടം. ആ സന്ദർഭത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആ നാട്ടുകാരായിരുന്ന ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന പല അമാനത്തുകളും ഉണ്ടായിരുന്നു. ആ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ മുഴുവനും പ്രവാചകൻ നാട് വിട്ടു പോകുമ്പോൾ, ഹിജറ പോകുമ്പോൾ, പലായനം നടത്തുമ്പോൾ തൻ്റെ വിരിപ്പിൽ കിടത്തി പോകുന്ന അലി ഇബ്നു അബി താലിബെ ഏൽപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ പോയത്. നോക്കൂ, നമ്മൾ എത്ര ഉന്നതമായ ഒരു മൂല്യമാണ് വിശ്വസ്തത എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വലിയ പാഠം നമുക്ക് അവിടെയുണ്ട്. കാരണം നാട്ടിൽ തൻ്റെ എതിരാളികളായ ആളുകൾ, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കളായ ആളുകൾ, തൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ, തനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുമാണ് ആ നാട്ടിൽ, ആ സമൂഹത്തിൽ അന്ന് മക്കയിലുള്ളത്. മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾ മദീനയിലേക്ക് പലായനം നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ബാക്കി നിൽക്കുന്ന ആ ആളുകൾക്ക് കൊടുക്കാൻ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമായ ഒരു മൂല്യമാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിൽ കളങ്കമുള്ള, കാപട്യമുള്ള ആളുകളുടെ ഗുണവിശേഷങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചു തന്നു. ആയത്തുൽ മുനാഫിഖ് സലാസ്, ഇദാ ഹദ്ദസ കദിബ വഇദാ വഅദ അഖ്ലഫ വഇദാ അത്തുമിന ഖാന. നോക്കൂ, കപടവിശ്വാസികളുടെ പ്രധാനമായ 3 ക്വാളിറ്റീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. സംസാരിച്ചാൽ കള്ളം പറയും, വിശ്വസിച്ചാൽ ചതിക്കും, അതുപോലെ ഇതാ കദബ, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇതാ ഹദ്ദസ കദിബ വഇദാ വഅദ അഖ്ലഫ, കരാറുകൾ ചെയ്താൽ അത് ലംഘിക്കും. അപ്പോൾ സത്യം പറയുന്നതിനെതിരായിട്ട് കള്ളം പറയുന്ന ആളുകൾ, കരാറുകൾ ലംഘിക്കുന്ന ആളുകൾ, വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുന്ന ആളുകൾ, ഇത് കപടവൈശ്വാസത്തികളുടെ ലക്ഷണമാകുന്നു എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ മൂല്യമാണ് കാരുണ്യം എന്നുള്ളത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ്. അവിടെ ഖുർആനിലെ പ്രയോഗം നോക്കൂ, നമ്മൾ ലിൽ ആലമീൻ എന്നാണ്, ലോകർക്ക് എന്നാണ്. മുസ്ലിങ്ങൾക്ക് എന്നല്ല, വിശ്വാസികൾക്ക് എന്നല്ല, അറബികൾക്ക് എന്നല്ല, മനുഷ്യർക്ക് എന്നല്ല, ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും മാത്രമല്ല മറ്റപ്പുറമുള്ള ജീവജാലങ്ങൾക്കും കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നോട് ഏറ്റവും അധികം ശത്രുത പുലർത്തിയിരുന്ന, തനിക്കെതിരെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിരുന്ന ആളുകൾ മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. ഇന്ന് പ്രവാചകന് അധികാരമുണ്ട്, ശക്തിയുണ്ട്, ആൾബലമുണ്ട്, മറ്റെല്ലാ കഴിവുകളുമുണ്ട്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് നടപ്പാക്കാൻ സന്നദ്ധമായിരിക്കുന്ന ആയിരക്കണക്കായ അനുയായികളുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇന്ന് എന്തായിരിക്കും പ്രവാചകൻ കൽപ്പിക്കുന്നത് എന്ന് കാതോർക്കുന്ന ആ ആളുകൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങളെല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു, ആർക്കെതിരെയും യാതൊരു പ്രതികാര നടപടിയുമില്ല. കഴിവും ശക്തിയും അധികാരവും എല്ലാം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ച, ഇത് എക്കാലഘട്ടങ്ങളിലും നിലനിൽക്കേണ്ട മൂല്യങ്ങളാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പഠിപ്പിക്കുന്ന ചില ചെറിയ സംഭവങ്ങളുണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ, ആ വിശ്വാസിയായ മനുഷ്യൻ ആ സൽക്കർമ്മങ്ങളിലൂടെ അവൻ സ്വർഗപ്രവേശം നേടും എന്ന് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. അപ്പോൾ ഒരു നായക്ക് വെള്ളം കൊടുത്തത് പോലും പുണ്യകരമാകുന്നു. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇങ്ങനെ മൃഗങ്ങൾക്ക് പുണ്യം ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കുമോ? കുല്ലു കബദി റത്ബത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പച്ചക്കരളുള്ള ജീവിക്ക് പുണ്യം ചെയ്യുന്നതും ഗുണകരമാകുന്നു, പുണ്യകരമാകുന്നു, നന്മയാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അവിടെ എല്ലാ നിലക്കും പ്രവാചകൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ അലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക, നീ ജനങ്ങളോട് വളരെ സൗമ്യമായി പെരുമാറുന്നവനായി, നീ വളരെ സൗമ്യമായി പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നു എങ്കിൽ ജനങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആ പ്രവാചകന്റെ സ്വഭാവം, പെരുമാറ്റം, വിനയം, ആ സമീപനം, ആ സമീപന രീതി, ആ ഇടപെടലുകൾ, ഇതുകൊണ്ടാണ്
ഇസ്ലാമിലേക്ക് തന്നെ ആളുകൾ ആകൃഷ്ടരായിത്തീരുകയും അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാകുകയും ഇസ്ലാം സ്വീകരിക്കുവാനുള്ള വഴി ഒരുക്കപ്പെടുകയും ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ ശ്രേഷ്ഠമായ സ്വഭാവം കൊണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നീ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന അംഗീകാരമാണ്, സർട്ടിഫിക്കറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരുപാട് മാനുഷികമായ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്നിട്ട് വിശദീകരിക്കുകയാണ്. കരുണ കാണിക്കുന്ന ആളുകളോട് പരമകാരുണികനായ പടച്ച തമ്പുരാൻ കാരുണ്യം കാണിക്കും. എന്നിട്ട് വിശദീകരിക്കുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. എത്ര സുന്ദരമായ ആശയമാണ് മതം പഠിപ്പിക്കുന്നത്. എവിടെയാണ് മതം വർഗീയതയും വിദ്വേഷവും ശത്രുതയും പഠിപ്പിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുക. അപ്പം മതം പഠിപ്പിക്കുന്ന ഇത്തരമായ ഉന്നതമായ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ച് അങ്ങേയറ്റം തെക്കുപോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും. അപ്പോൾ മതം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ അത് കാലദേശ വ്യത്യാസമില്ലാതെ ഏത് പ്രദേശങ്ങളിലെയും ഏത് മനുഷ്യർക്കും എക്കാലത്തും നിലനിൽക്കേണ്ട മാനുഷികമായ ഉന്നതമായ മൂല്യങ്ങളാകുന്നു എന്നതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതിലേറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നീതി എന്നുള്ളത്. ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് നീതി നിഷേധമാണ്. ആ നീതി നിഷേധിക്കപ്പെടുന്നത് കൊണ്ടുണ്ടായിത്തീരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ആനുകാലികമായ പല സംഭവങ്ങളും എടുത്ത് വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ വീക്ഷണം എത്ര വ്യക്തമാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു വിശദീകരിക്കുകയാണ് അതിൻ്റെ 8-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ എന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും മഹത്വവും ഒക്കെ ആ പ്രയോഗത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളേണ്ടത് നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്നു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പോ വിദ്വേഷമോ നിങ്ങൾക്ക് അനീതി പ്രവർത്തിക്കുവാൻ പ്രേരകമായി തീരാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും ആളുകളോടോ ഏതെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും സമൂഹത്തോടോ ഉള്ള വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പേരിൽ എന്ത് അനീതിയും അതിന് ഭരണകൂടങ്ങൾ പോലെ സന്നദ്ധമാകുന്ന ദയനീയമായ കാഴ്ചയാണ് പല രംഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം വളരെ കൃത്യമായ ഒരു നീതി വ്യവസ്ഥയാണ് നിലനിൽക്കേണ്ടത് എന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യമായി നമുക്ക് ദർശിക്കാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു അവിടെ വിശദീകരിച്ചിരുന്നു, നിങ്ങൾ നീതി പാലിക്കണം, അത് തെഖ്വയോട് ഏറ്റവും സമീപസ്ഥമായ കാര്യമാണ്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഹബീറും ബിമാ തഅമലൂൻ എന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അനീതിയുടെ യാതൊരു വശവും നമ്മുടെ ജീവിതത്തിൽ വരാത്ത വിധം അങ്ങേ അറ്റത്തെ നീതി പാലിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാകുന്നു എന്നാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അവിടെ അന്ന് ഒരു പ്രമുഖനായ സഹാബി കടന്നു വന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആവശ്യം, ഖുറൈശി വനിതകളിൽപ്പെട്ട അവിടെ വലിയ ആദരവും ബഹുമാനവും ഒക്കെയുള്ള ഒരു സഹോദരി ഒരു മോഷണക്കുറ്റത്തിൽ പ്രതിയായി. ഈ മോഷണക്കുറ്റത്തിൽ പ്രതിയായിരുന്ന സഹോദരി ഉന്നത കുലജാതയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണം എന്നതായിരുന്നു പ്രവാചകന്റെ മുന്നിൽ അവർ വലിച്ചു പുലർത്തിയിരുന്ന ആവശ്യം. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണോ
നിങ്ങൾ എന്നെ ഈ ഒരു അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കുന്ന കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് ശുപാർശ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. മാത്രമല്ല അവിടെ പ്രവാചകൻ വ്യക്തമായി പഠിപ്പിച്ചു, സ്വന്തം മകൾ ഫാത്തിമ തന്നെ കട്ടാലും ശരി അതിൻ്റെ ശിക്ഷാ നടപടി ഞാൻ നടപ്പാക്കും എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ നീതി നടപ്പാക്കുന്നിടത്ത് സ്വന്തം ആളാണോ, സ്വന്തം കുടുംബക്കാരനാണോ, സ്വന്തം കക്ഷിക്കാരനാണോ, സ്വന്തം പാർട്ടിക്കാരനാണോ, സ്വന്തം ഗ്രൂപ്പുകാരനാണോ, മറ്റേതെങ്കിലും നിലക്കുള്ള അത്തരത്തിലുള്ള സ്വാർത്ഥമായ ഒരു താല്പര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിപത്തുകൾ ഉണ്ടാക്കിത്തീർക്കുന്ന പ്രതിസന്ധികളാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ പല പ്രശ്നങ്ങളും മനസ്സിലാക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുകയും ആ മൂല്യങ്ങൾ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്തരത്തിലുള്ള മൂല്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പാവങ്ങളോട് കാണിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു വർഷകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാധാരണ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലാവസ്ഥയിൽ അവന് പലപ്പോഴും പല ദിവസങ്ങളിലും തൊഴിലെടുക്കാൻ പോകാൻ സാധിക്കില്ല. തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അതുപോലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഈ മഴക്കാലമാകുന്ന സന്ദർഭത്തിൽ അവർക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഇവിടെയെല്ലാം നമ്മുടെ ബാധ്യത എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ കാരുണ്യവും അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ദാനധർമ്മങ്ങളും നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ആ ഭക്ഷണം കൊടുക്കാൻ പ്രേരണ നൽകാത്തവനെ മതനിഷേധികളുടെ കൂട്ടത്തിലാണ് വിശദീകരിച്ചത്. അറായിത്തല്ലതി യുക്കദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ, പ്രത്യേകിച്ചും പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ കടിച്ചൊതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ സന്നദ്ധമാകുക എന്നുള്ളത് ഏറ്റവും വലിയ മൂല്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സജീവമായി ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പള്ളിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് ഇന്ന് നടക്കുന്നത്. അതിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമികമായ മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുവാനും അതിലൂടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആ ഒരു വീക്ഷണം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന പാകപ്പിഴവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരൻ നമ്മളൊരു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു പല സഹോദരങ്ങളും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പല രോഗികളും നമ്മളോടൊപ്പമുണ്ട്. നാഥ അവിടെ എല്ലാം രോഗം നിഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മോമിനുകൾ, മോമിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാഥ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കുടുംബസമേതമുള്ള സ്വർഗ്ഗപ്രവേശനം നൽകി നമ്മളെ നീ അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.